ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ചേർത്ത് വെച്ചല്ല ക്രിസ്തുവിനെ കാണുന്നത്. ഞാൻ കാണുന്നത് ട്രൂത്താണ്. ട്രൂത്ത് സത്യമാണ്. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്? ഒരാളുടെയും മുമ്പിൽ தலகுனிக்கில்லை. கிறிஸ்துக்குள் பிரியமானவர்களே, கேரளாவில் ஏற்பட்ட ஆட்சி மாற்றத்தை அடுத்து அங்கு புதிய முதலமைச்சராக அறிவிக்கப்பட்ட வி.டி. சதீசன் அவர்கள் வேற்று மத நம்பிக்கையை கொண்டவராக இருந்தாலும் இயேசு கிறிஸ்துவே சத்தியம் என்றும் இயேசு கிறிஸ்துவின் வசனங்கள் என் வாழ்க்கையை மாற்றியது என்றும் பல்வேறு இடங்களில் ஆண்டவராக இயேசு கிறிஸ்துவை குறித்து அவர் பேசிய காட்சிகள் தற்போது சமூக வலைதளங்களில் வைரலாகி வருகிறது. இந்த அருமையான காட்சிகளை இப்போது பாருங்கள், உங்கள் நண்பர்களுக்கும் பகிர்ந்து கொள்ளுங்கள். എൻ്റെ ജീവിതത്തിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള തരത്തിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള ഈ 8 വാചകങ്ങൾ 121 സങ്കീർത്തനത്തിലെ വാചകങ്ങളാണ്. എന്തൊരു കരുത്താണ് ഇത് തരുന്നത്. ചിലപ്പോൾ ചോദിക്കും സഹപ്രവർത്തകർ, എന്താണ് ഇത്ര കോൺഫിഡൻസ്? ഈ ആത്മവിശ്വാസത്തെ ചിലർ അഹങ്കാരമായി തെറ്റിദ്ധരിക്കും. കാരണം ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിൽ നേർത്ത വരമ്പ് മാത്രമേ ഉള്ളൂ. ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ കരുത്താണ്. അവൻ വലതുഭാഗത്തുണ്ട് എന്നുള്ള ധൈര്യമാണ്. നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ വഴികാട്ടിയായി നമ്മുടെ മുന്നിലുണ്ട്. അന്ധകാരത്തിലൂടെ കടന്നു പോകുമ്പോൾ വെളിച്ചം പകരാൻ അവൻ കൂടെയുണ്ട് എന്നതാണ് നമ്മുടെ ആത്മവിശ്വാസം. അതാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ മറികടക്കാൻ, ഏത് പ്രതികൂലമായ സാഹചര്യം വന്നാലും അതിനെ അനുകൂലമാക്കി മാറ്റി എനിക്ക് തരാൻ അവൻ എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസമാണ്. ആ വിശ്വാസമാണ് ഇതിൻ്റെ എല്ലാം അടിത്തറ. അതിലെ 121 സങ്കീർത്തനമാണ് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത്. അതിലെ 8 വാചകങ്ങൾ. അതിൽ പറയുന്ന 1-ാമത്തെ വാചകം, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരും. നിന്റെ കാൽ വഴുതാൻ അവൻ സമ്മതിക്കില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകനാണ്. യഹോവ നിന്റെ വലതുഭാഗത്ത് നിന്റെ തണലാണ്. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും വരാത്തവണ്ണം നിന്നെ പരിപാലിക്കും, നിന്റെ പ്രാണനെ പരിപാലിക്കും. 8-ാമത്തെ വാചകം, യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. എന്തൊരു അഷ്വറൻസാണ്, എന്തൊരു ഉറപ്പാണ് നമുക്ക് തരുന്നത്. പ്രാർത്ഥന കൊണ്ട്, അചഞ്ചലമായ ദൈവവിശ്വാസം കൊണ്ട് ഈ വേണ്ടാത്തതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയും. ഒരു സംശയം വേണ്ട. പ്രാർത്ഥന ശക്തിയാണ്. ആ ശക്തിയുടെ മുന്നിൽ ബാക്കി എല്ലാം പരാജയപ്പെട്ടു പോകും. ഇത് ദൈവവും സാത്താനും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയാണ്. ദൈവം തോൽക്കില്ല, പ്രാർത്ഥന തോൽക്കില്ല, സാത്താൻ പരാജയപ്പെടും. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് ചാലഞ്ച് ഇൻ അവർ ലൈഫ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ ക്രൈസ്റ്റ് ഇൻ യുവർ മൈൻഡ്. ഐ തിങ്ക് സോ. അത് കണ്ടെത്താൻ കഴിഞ്ഞാൽ എല്ലാത്തിലും സൊല്യൂഷനായി എന്നാണ് ഞാൻ കരുതുന്നത്. സ്വാമി വിവേകാനന്ദനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ക്രിസ്തു. അങ്ങോട്ടൊന്ന് നോക്കിയാൽ മതി, ക്രിസ്തു എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യും. കാരണം ഞാൻ ഏതെങ്കിലും ഒരു മതവിഭാഗത്തോട് ചേർത്ത് വെച്ചല്ല ക്രിസ്തുവിനെ കാണുന്നത്. ഞാൻ കാണുന്നത് ട്രൂത്താണ്. ട്രൂത്ത് സത്യമാണ്. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് പറയാൻ നമ്മൾ ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടത്? ഒരാളുടെയും മുമ്പിൽ തലകുനിക്കില്ല. സത്യം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തു, നമ്മളെ സ്വാധീനിച്ചു. അതിനെന്തിനാണ് മടിക്കുന്നത്? ലോകത്തെ എത്രയോ വലിയ മനുഷ്യരുടെ, നമ്മളൊക്കെ നിസ്സാരരായ ജീവികളാണ്, സാധാരണക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ, അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തുകൊണ്ടാണ് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്? അധികാരം ദൈവം കൊടുത്തതാണ്. അധികാരം ഞാൻ കരുതുന്നു എനിക്ക് കിട്ടിയിരിക്കുന്ന സ്ഥാനമാനങ്ങൾ നിയോഗങ്ങളാണ്, അസൈൻമെൻറ്റുകളാണ്. ഡിവൈൻ അസൈൻമെൻറ്റുകളാണ്, ദൈവികമായ നിയോഗങ്ങളാണ്. നല്ലത് ചെയ്യാൻ, നന്മ ചെയ്യാൻ. ജോസഫ് സ്ക്രീവനോട് ചോദിച്ചു, നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയിട്ടും നിങ്ങൾ ഇപ്പോഴും ക്രിസ്തുവിൽ ഫ്രണ്ടിനെ കാണുന്നതാണ്, സുഹൃത്തിനെ കാണുന്നത്. അപ്പോൾ ജോസഫ് സ്ക്രീവൻ മറുപടി പറഞ്ഞു, എൻ്റെ സ്നേഹിതനാണ് ക്രിസ്തു,
എൻ്റെ സ്നേഹിതൻ, എൻ്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും പറയാവുന്ന, എനിക്ക് കലഹിക്കാവുന്ന ഒരാളാണ്. നാടിൻ്റെ മുഴുവൻ സങ്കടങ്ങൾ കാണുന്നവരാണ് ഞങ്ങൾ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ. നമ്മുടെ അധ്വാനം, നമ്മുടെ അസൈൻമെൻ്റ് എന്താണ്? മനുഷ്യൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ, അവൻ്റെ കണ്ണീരൊപ്പാൻ, അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ, അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന ദൈവികമായ നിയോഗമാണ്. നല്ല ഒരു പൊതുപ്രവർത്തകനാകണം എന്ന എൻ്റെ ആഗ്രഹത്തിൻ്റെ വഴിയിലെ പ്രകാശഗോപുരമായി, പ്രകാശദീപമായി നിൽക്കുന്നത് ക്രിസ്തുവിൻ്റെ മാർഗങ്ങളും ക്രിസ്തുവിൻ്റെ വചനങ്ങളുമാണ് എന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു മടിയും. നമുക്കറിയാം, മരുഭൂമിയിൽ 40 ദിവസം സാത്താൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമായി വിജയം വരിച്ച് പുറത്തിറങ്ങിയ യേശുക്രിസ്തുവാണ് ഈ പാപനാശനത്തിനു വേണ്ടി നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ വാക്കുകൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ രക്ഷിതാവും രക്ഷകനുമായ ദൈവത്തോട് മനുഷ്യൻ നടത്തുന്ന ആശയവിനിമയമാണ്, അതിൻ്റെ അടയാളമാണ് പ്രാർത്ഥന എന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാർത്ഥന എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിൻ്റെ ശക്തിയാണ്. തീഷ്ണമായ പ്രാർത്ഥനകൾ ഉയരുമ്പോഴാണ് ദൈവത്തിൻ്റെ നിയോഗം ഭൂമിയിൽ നടപ്പാക്കപ്പെടുന്നത് എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുന്നു. നമുക്കറിയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം കൂടുതൽ വിശുദ്ധീകരിക്കണമേ, നിന്റെ രാജ്യം വരയണമേ എന്നാണ്. അതുതന്നെയാണ് ഈ കൺവെൻഷൻ്റെ തീം. ഒരു ചോദ്യം ഉയരും, ആളുകൾ പല ചോദ്യം ചോദിക്കും, നിന്റെ രാജ്യം എവിടെയാണ് വരേണ്ടത്? നമ്മുടെ ഹൃദയത്തിലാണോ, അല്ലെങ്കിൽ നമ്മുടെ സഭയിലാണോ, അതോ സ്വർഗരാജ്യത്തിലാണോ നിന്റെ രാജ്യം വരേണ്ടത്? ലൂക്കാസിൻ്റെ സുവിശേഷത്തിൽ അതിന് കൃത്യമായ മറുപടി പറയുന്നുണ്ട്. അവൻ അവരോട് പറയുന്നു, ഞാൻ മറ്റുള്ള പട്ടണങ്ങളിൽ കൂടി പോയി സുവിശേഷിക്കേണ്ടതാണ്, കാരണം എന്നെ അതിനു വേണ്ടിയാണ് അയച്ചിരിക്കുന്നത്. തൻ്റെ പിതാവ് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതാണ്. അതായത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാണ് സ്വർഗരാജ്യം. ഏതെങ്കിലും ഒരു സ്ഥലത്തോ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തോ മാത്രം കിടക്കുന്നതല്ല ദൈവരാജ്യം. ബൈബിളിലെ ആദ്യ 3 പ്രധാനപ്പെട്ട 4 സുവിശേഷങ്ങളിലും അത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗരാജ്യം എന്താണ് എന്ന് വിശദീകരിക്കും. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ദൈവരാജ്യത്തിലെ ക്രിസ്തു ആരാണ്, എന്താണ് എന്ന് വിശദീകരിക്കുന്നു. ലൂക്കാസിൻ്റെ സുവിശേഷത്തിൽ ദൈവരാജ്യത്തെ ക്രിസ്തുവിൻ്റെ മാനവികത എന്താണ് എന്ന് പറയുന്നു. അവസാനത്തെ സുവിശേഷത്തിൽ, മത്തായിയുടെ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് എങ്ങനെയാണ് ജീവിതം ആഘോഷിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത്. വളരെ വ്യക്തതയോടുകൂടിയാണ് ഇത് പറയുന്നത്. ഇത് വീണ്ടെടുപ്പിൻ്റെ, മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. മക്കളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടിയാണിത്. എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ, സ്നേഹത്തിൻ്റെ, മനുഷ്യൻ്റെ അധർമ്മങ്ങൾക്കും പാപകർമ്മങ്ങൾക്കും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ രാജ്യം നമ്മുടെ നാട്ടിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മളെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വളരെ ദുഃഖകരമായ സാഹചര്യങ്ങളിലൂടെ നമ്മൾ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുകൾ പാകാൻ ആളുകൾ ശ്രമിക്കുന്നു. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഇന്ത്യയിൽ ആക്രമിക്കപ്പെട്ടത് 400 ദേവാലയങ്ങളാണ്. പെന്തക്കോസ് സഭകളുടെ ദേവാലയങ്ങളാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത്. ആ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകളെ നമ്മുടെ മണ്ണിൽ നിന്ന് അകറ്റണം. സ്നേഹത്തിൻ്റെ വിത്തുകൾ പാകാൻ നമുക്ക് കഴിയണം. നമ്മുടെ മതേതരമായ ഈ രാജ്യത്ത് எல்லாருக்கும் ஜீவிக்காനുള്ള அவகாசமுண்டு. கிறிஸ்துவுக்குள் பிரியமானவர்களே, இந்த அருமையான காட்சிகளை தவறாமல் உங்கள் நண்பர்கள் அனைவருக்கும் பகிர்ந்து கொள்ளுங்கள். தமிழ்நாட்டிலும் கேரளாவிலும் ஒரு நல்ல ஆட்சி மலரும்படியாக நாம் அனைவரும் நம்முடைய ஜெபங்களில் நினைவு கூறுவோம். கிறிஸ்துவுக்குள் பிரியமானவர்களே, இந்த தகவலை தவறாமல் உங்கள் நண்பர்களுக்கும் பகிருங்கள். எங்களோடு இணைந்து பயணிக்க இந்த சேனலை சப்ஸ்கிரைப் செய்து கொள்ளுங்கள்.